എനിക്ക് ഏകദേശം 62 വയസ്സായി. എനിക്കൊരു 8 വയസ്സുള്ളപ്പം മുതൽ മേൽപ്പാലത്തിന് വേണ്ടിയുള്ള മൈനിങ് ഒക്കെ തുടങ്ങിയതാണ്. നമ്മളിവിടുത്തെ സ്ഥലത്തെ MLA ഇവിടെ ചോദിക്കുമ്പോൾ MLA പറയണം ഞാൻ ഇടപെടേണ്ട കാര്യമില്ല ഇതിൽ. എൻ്റെ ജീവിതകാലത്ത് ഇത് കണ്ടിട്ട് മരിക്കാൻ നോക്കുമെന്തോ. ഇവരൊക്കെ ജീവിച്ചിരിക്കുമ്പോൾ ഇത് പൂർത്തിയാക്കി കാണാൻ വലിയ പാടായിരിക്കും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. രണ്ടായിരത്തി 2016 ചിറയൻകീഴ് മേൽപ്പാല നിർമ്മാണത്തിനുള്ള നടപടിക്രമം ആരംഭിച്ചത്. 2021 ജനുവരി 23 ശിലയും പാകി. ഡിസംബറോടെ മേൽപ്പാല നിർമ്മാണവും ആരംഭിച്ചു. 2022 ഡിസംബറോടെ മേൽപ്പാലം തുറന്നു നൽകാൻ കഴിയുമെന്ന് കരാർ കമ്പനി ഉറപ്പും നൽകിയിരുന്നു. ചിറയൻകീഴ് കടക്കാവ് റോഡിൽ റെയിൽവേ സ്റ്റേഷന് സമീപത്തുള്ള ഗേറ്റിന് മുകളിലൂടെയാണ് മേൽപ്പാല നിർമ്മാണം. 13 കോടി ചെലവിട്ട 1.5 ഏക്കർ ഭൂമിയും ഏറ്റെടുത്തിരുന്നു. സേലം കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന SPL കമ്പനിക്കാണ് നിർമ്മാണ ചുമതല. ഒരിക്കലും കോൺക്രീറ്റിലുമായുള്ള സമ്മിശ്ര പ്രീ ഫാബ്രിക്കേറ്റ് നിർമ്മാണ രീതിയാണ് പാലത്തിന് അവലംബമാക്കി വേഗത്തിൽ പൂർത്തിയാക്കുവാനായിരുന്നു പദ്ധതി. തുടക്കത്തിൽ നിർമ്മാണത്തിന് വേഗതയുണ്ടായിരുന്നെങ്കിലും പിന്നീട് ഒച്ചിഴയും പോലെയായി. നിർമ്മാണത്തിനായി റെയിൽവേ ഗേറ്റ് കൂടി അടച്ചിട്ടതോടെ ഗതാഗത കുരുക്കും രൂക്ഷമായി. കടക്കാർ ഭാഗത്തേക്ക് പോകേണ്ടവർ ശാർക്കര പണ്ടകശാല റോഡിന്റെ നവീകരണം വൈകിയതും യാത്രക്കാരെ ദുരിതത്തിലാഴ്ത്തി. ചിറയൻകീഴ് റെയിൽവേ മേൽപ്പാലം എന്ന് പറയുന്നത് എനിക്ക് ഏകദേശം 62 വയസ്സായി. എനിക്കൊരു 8 വയസ്സുള്ളപ്പം മുതൽ മേൽപ്പാലത്തിന് വേണ്ടിയുള്ള മൈനിങ് ഒക്കെ തുടങ്ങിയതാണ് ഇവിടെ. എനിക്ക് കുട്ടിയില്ല 8 വയസ്സുള്ളപ്പോൾ. അത് എനിക്കിപ്പോൾ 62 വയസ്സായി. ഈ 62 വയസ്സായ ഇപ്പം എന്ന് പറഞ്ഞാൽ അതിനെത്ര 54 വർഷം മുമ്പ് മുതൽ ഈ റെയിൽവേ മേൽപ്പാലത്തിന് വേണ്ടിയുള്ള വർക്ക് തുടങ്ങിയത് ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു സംസ്ഥാന ഗവൺമെൻറ് സ്വന്തം ചെലവിൽ കേരളത്തിൽ തിരക്കേറിയ 63 റെയിൽവേ ക്രോസുകളിൽ റെയിൽവേ മേൽപ്പാലം കിഫ്ബി ഉപയോഗിച്ച് ചെയ്യാൻ തീരുമാനിച്ചതിൻ്റെ ആദ്യത്തെ 10 പാലങ്ങളിലൊന്നാണ് ചിറയൻകീഴ് റെയിൽവേ മേൽപ്പാലവും. അത് പൂർണ്ണമായും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിൽ കിഫ്ബി എന്ന് പറയുന്ന വിദേശത്തുനിന്ന് ഉള്ള സാമ്പത്തിക വായ്പ എടുത്ത് പണിയാനുള്ളതാണ്. പക്ഷേ ഇതിനിടയിൽ ഈ പണി മുടക്കാനും വേഗത കുറയ്ക്കാനും വേണ്ടി റെയിൽവേ ഒരു പുതിയ നിർദ്ദേശം വെച്ചു. എന്ന് വെച്ചാൽ ഇന്ന് വരെ ഇല്ലാത്തൊരു പുതിയ കാര്യമാണ് റെയിൽവേക്ക് മുകളിലൂടെ സംസ്ഥാന ഗവൺമെൻറ് പാത നിർമ്മിക്കുന്നതിന്. റെയിൽവേ പറഞ്ഞു ഞങ്ങളുടെ മുകളിൽ കൂടെ പോകുന്ന ഭാഗം ഞങ്ങൾ നിർമ്മിക്കും എന്ന് പറഞ്ഞ് ആ മുകളിൽ കൂടെ പോകുന്ന ഭാഗത്തിൻ്റെ പണി അവർ സ്ലോ ചെയ്ത് ആണ് 1.5 വർഷത്തിൽ തീർക്കാൻ വെച്ചിരുന്ന ഈ റെയിൽവേ മേൽപ്പാലത്തിൻ്റെ പണി 2.5 വർഷം ആയിട്ടും തീർക്കാത്തത്. നമ്മളിവിടുത്തെ സ്ഥലത്തെ MLA ഇവിടെ ചോദിക്കുമ്പോൾ MLA പറയണം ഞാൻ ഇടപെടേണ്ട കാര്യമില്ല ഇതിൽ. കാര്യം മുഖ്യമന്ത്രി ഓരോ പാലത്തിൻ്റെയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമായി PW ഡിവിഷൻ ഉദ്യോഗസ്ഥരുമായി എല്ലാ മാസത്തിലും ചർച്ച നടത്തി അപ് ടു ഡേറ്റ് ഒരു വിധത്തിലും റെയിൽവേ വഴങ്ങാത്തതാണ് ഇത് മുടങ്ങാനുള്ള കാരണമെന്ന് V. ശശി MLA നമ്മളോട് നേരിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. എല്ലാ രാഷ്ട്രീയ കക്ഷികളും കോൺഗ്രസ്, ലീഗ് അടക്കം മലബാർ പ്രദേശത്തുള്ളതിന് മുടക്കാനായിട്ട് ലീഗ് എടുക്കുന്ന അതേ എഫേർട്ട് തന്നെയാണ് കോൺഗ്രസും BJPയും ഈ ഭാഗത്തും ഈ റെയിൽവേ മേൽപ്പാലങ്ങളുടെ പ്രവർത്തനം തടസ്സപ്പെടുത്താൻ നടക്കുന്നത്. നാട്ടുകാരുടെ നിരന്തരമായ ഇടപെടലുകൾക്കൊടുവിൽ ജില്ലാ ഭരണകൂടവും ജനപ്രതിനിധികളും പ്രശ്നത്തിൽ ഇടപെട്ട് ഈ വർഷം മാർച്ച് 31-നകം പണി പൂർത്തിയാക്കി മേൽപ്പാലം പൂർണ്ണ സജ്ജമാക്കുമെന്ന അധികൃതരുടെ ഉറപ്പും ഇപ്പോൾ പാഴായിരിക്കുന്നു. ചിറയൻകീഴ് റെയിൽവേ മേൽപ്പാലം ഉൾപ്പെടെ 10ഓളം റെയിൽവേ മേൽപ്പാലങ്ങൾക്കാണ് സംസ്ഥാന സർക്കാർ അനുമതി നൽകിയത്. എന്നാൽ ചിറയൻകീഴ് റെയിൽവേ മേൽപ്പാലത്തിനാകട്ടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ 2 വർഷം കഴിഞ്ഞിട്ടും ഇപ്പോഴും പണി ഏതാണ്ട് തൂണിൽ തന്നെ ഒതുങ്ങിയിരിക്കുന്നു. ചിറയൻകീഴിൽ നിന്നും ക്യാമറമാൻ സുദർശനോടൊപ്പം സതീഷ് കണ്ണകര, ഭാരത് മിഷൻ.